ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ വെടിനിർത്തലിന് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയുണ്ടായിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയുണ്ടായിരുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭയിൽ അവകാശപ്പെട്ടു. ഈ വർഷം മേയിൽ കിഴക്കൻ അതിർത്തിയിലുണ്ടായ പ്രകോപനമില്ലാത്ത ആക്രമണങ്ങളെ സൈന്യം ചെറുത്തു തോൽപ്പിച്ചുവെന്നും പാകിസ്ഥാൻ വിജയകരമായി പ്രതിരോധിച്ചുവെന്നും ഷെരീഫ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ ലാഭത്തിനായി പാകിസ്ഥാനെ ആക്രമിച്ചെന്നും എന്നാൽ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിലുള്ള പാക് സൈന്യം 7 ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്ത് തിരിച്ചടിച്ചെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ സംഘർഷങ്ങളെ തങ്ങൾ അതിജീവിച്ചെന്നും ഷരീഫ് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഈ വിഷയങ്ങളിൽ വ്യത്യസ്ത നിലപാടുകളാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത്. അതേസമയം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദർ ഇരുപക്ഷവും സ്വമേധയാ കൊണ്ടുവന്ന ധാരണയുടെ ഫലമായിട്ടാണ് വെടിനിർത്തലുണ്ടായതെന്നും ഇതിൽ ആരുടെയും മധ്യസ്ഥതയില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഷഹബാസ് ഷെരീഫിന്റെ പുതിയ പ്രസ്താവന ഈ നിലപാടിന് വിരുദ്ധമായി തന്നെ തുടരുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന സംരംഭങ്ങൾ ദക്ഷിണേന്ത്യയിലെ യുദ്ധം ഒഴിവാക്കിയെന്നും അദ്ദേഹത്തിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ ഒരു മഹാദുരന്തം ഒഴിവാക്കിയെന്നും ഷെരീഫ് പ്രസംഗത്തിൽ പറയുന്നു. ലോകമെമ്പാടും സമാധാനത്തിനായി ശ്രമിക്കുന്ന ട്രംപിനെ സമാധാന നോബലിനായി ശുപാർശ ചെയ്യുമെന്നും അദ്ദേഹമാണ് യഥാർത്ഥ സമാധാനത്തിന്റെ പ്രതിപുരുഷനെന്നും ഷെരീഫ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുന്നതിന് തൊട്ടുമുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോട് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ മാധ്യമങ്ങളും. വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയോട് അതിർത്തി കടന്നുള്ള ഭീകരവാദം നിങ്ങൾ എപ്പോഴാണ് നിർത്തുന്നത് എന്ന് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ പ്രതിനിധി ചോദിച്ചു. ഇതിന് മറുപടിയായി ഞങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പരാജയപ്പെടുത്തുകയാണ്, അവരെ ഞങ്ങൾ തോൽപ്പിക്കുന്നു എന്ന് ഷെരീഫ് പ്രതികരിച്ചു. എന്നാൽ ഇന്ത്യ നിങ്ങളെ പരാജയപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് മാധ്യമപ്രവർത്തകൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ ഒന്നും കൂട്ടാക്കാതെ നേരെ അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അതേസമയം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ കാരണം താൻ തന്നെയാണെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് ട്രംപ് ഇത് 7ാം വട്ടവും ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഇന്ത്യ ഇതിനൊന്നും മറുപടി നൽകിയിട്ടില്ല.